താഴേക്ക് ഇറങ്ങുവാനുള്ള പടവുകൾ കാണാം. ഈ പടവുകളിലൂടെ ഇറങ്ങി താഴേക്ക് ചെന്നാൽ ആദ്യം നമ്മൾ എത്തുന്നത് പഞ്ചതീർത്ഥത്തിലാണ്. അഞ്ച് തീർത്ഥങ്ങൾ: ശംഖതീർത്ഥം, ചക്രതീർത്ഥം, പത്മതീർത്ഥം, ഗദാതീർത്ഥം, പാദതീർത്ഥം എന്നിങ്ങനെ 5 തീർത്ഥങ്ങൾ. ഈ 5 തീർത്ഥങ്ങളും പഞ്ചപാണ്ഡവരാൽ സ്ഥാപിതമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹാവിഷ്ണുവിനെ ആരാധിക്കുവാനായി പഞ്ചപാണ്ഡവർ ഇവിടേക്ക് എത്തിയപ്പോൾ 5 പേരും നിർമ്മിച്ച തീർത്ഥക്കുളങ്ങളാണ് ഇന്ന് പഞ്ചതീർത്ഥങ്ങളെന്നറിയപ്പെടുന്നത്. ഈ പഞ്ചതീർത്ഥത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സവിശേഷമായ തീർത്ഥജലമാണ് ഇവിടെ ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പഞ്ചപാണ്ഡവർക്ക് മുന്നിൽ ശ്രീകൃഷ്ണ ഭാവത്തിൽ നിന്ന് സുഹൃത്തായും ഗുരുവായും ഉപദേശിയായും ഒക്കെ നിന്ന് ശ്രീകൃഷ്ണ ചൈതന്യത്തെ, സാന്നിധ്യത്തെ അറിയുവാൻ ഈ പഞ്ചതീർത്ഥത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ നമുക്ക് സാധിക്കും. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നാൽ നേരെ ഗുണ്ടിക ക്ഷേത്രഭൂമിയിലേക്കാണ് എത്തുന്നത്. ഗുണ്ടിക ക്ഷേത്രഭൂമിയിലേക്ക് എത്തുന്നതിന് മുൻപ് മറ്റൊരു സവിശേഷത പറയാനുള്ളത് 64 തീർത്ഥങ്ങളാണ് ഈ ഒരു ചുറ്റുവട്ടത്തായി ഉള്ളത്. പഞ്ചതീർത്ഥങ്ങളുടെ പേരുകൾ നാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇതുപോലെ പേര് പറയുന്നതും അറിയുന്നതും അല്ലാത്തതും ഒക്കെയായി ഈ തീർത്ഥജല സ്പർശത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഗുണ്ടിക ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തിരുനെല്ലിയിലെ പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് ഒരല്പം ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ച ഗുണ്ടികാക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രമാണ്. തിരുനെല്ലിയിലെ ആ കാടിൻ്റെയും അതുപോലെ പാപനാശിനി എന്ന കാട്ടരുവിയുടെയും ഒക്കെ ഗംഭീരഭാവം നിൽക്കുന്നതിനോടൊപ്പം ഈ ഗുഹാക്ഷേത്രം ഒരു പ്രത്യേക ചൈതന്യം തന്നെയാണ്, ഒരു ഊർജ്ജ പ്രവാഹം തന്നെയാണ് അവിടെ നിന്നുണ്ടാകുന്നത്. അതിഗംഭീരമായി ശിലകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രം. ചില പുസ്തകങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രം കൊങ്ങുചേര മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്. അകത്തൊരു ദീപം തെളിഞ്ഞു കത്തുന്ന നമുക്ക് കാണാം. ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്. അതുപോലെ തന്നെ അവിടെ ധാരാളം പേർ ശിലകൾ അടുക്കി വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നതും കാണാം. യഥാർത്ഥത്തിൽ ബുദ്ധസന്യാസിമാരുടെ പ്രാർത്ഥനാ ചക്രങ്ങൾ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ശിലയ്ക്ക് മേൽ, ഒരു ഉരുളൻകല്ലിന് മേൽ മറ്റൊരു ഉരുളൻകല്ല് വെച്ച് പ്രാർത്ഥിക്കാറ്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഒക്കെ ഭൂമിയായി ഗുണ്ടിക ക്ഷേത്രത്തെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ കൊട്ടിയൂർ ക്ഷേത്രവുമായി തിരുനെല്ലിയെ ബന്ധിപ്പിക്കുന്നത് ഈ ഗുണ്ടിക ക്ഷേത്രമാണ്. ഇത് യഥാർത്ഥത്തിലൊരു ഗുഹാക്ഷേത്രം മാത്രമല്ല, ഒരു തുരങ്കം കൂടിയായിരുന്നുവെന്നും ഇവിടെ നിന്ന് നേരെ പെട്ടെന്ന് കൊട്ടിയൂരെത്താൻ ഒരു മാർഗമുണ്ടായിരുന്നുവെന്നും ഇന്ന് ആ തുരങ്കം അടഞ്ഞു പോയിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു. സതീദേവിക്ക് അപകടം സംഭവിച്ചു എന്നറിഞ്ഞ് ദക്ഷയാഗ ഭൂമിയിലേക്ക് എത്തുവാൻ പരമശിവൻ ആദ്യം എത്തിയത് ഇവിടേക്കാണത്രേ. 2 തരത്തിൽ പറയുന്നുണ്ട്. സതീദേവിയുടെ ദേഹത്യാഗം അറിയാതെ സതീദേവിയെ ആദ്യം പറഞ്ഞയക്കുവാൻ വേണ്ടി മഹാദേവൻ വന്നെത്തിയത് ഇവിടേക്കാണ് എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഏതായാലും ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂരേക്കുള്ള പരമശിവന്റെ, മഹാദേവന്റെ വരവ് ഈ യാത്രയ്ക്ക് ഒപ്പമുണ്ടാകുക. നിങ്ങൾ നൽകുന്ന ഊർജ്ജം, പ്രചോദനം എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ്. നമസ്കാരം.